നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, കോളിഫ്ലവർ, ക്യാരറ്റ്, സബോള, മല്ലിയില, ഇത്ര സാധനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 മുട്ട, ചീസ്, പിന്നെ കുരുമുളക് പൊടി. ഇവിടെ കിട്ടുന്നതാണ്, യൂറോപ്പിലുള്ള കുരുമുളക്, നമ്മുടെ നാട്ടിലല്ല. ഒറിഗാനോ, തൈം, ശകലം മഞ്ഞൾപ്പൊടി. നമ്മൾ സ്റ്റവ് കത്തിച്ചു. നമ്മൾ പാത്രം വെക്കണം. വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നേരിട്ട് ടാപ്പിൽ നിന്ന് പിടിച്ചാണ്. തിളച്ച വെള്ളം കിട്ടും ടാപ്പിൽ, യൂറോപ്പിൽ. ഇതിന് തിളച്ച് വരുമ്പോൾ നൂഡിൽസ് ഇടുക. ഇച്ചിരി വെള്ളം കാണാൻ തോന്നുന്നു. നൂഡിൽസ് ഇടുക. അത്ര വെള്ളം മതിയാവും, കുഴപ്പമില്ല. ഇതാണ് നൂഡിൽസ്. കറി മസാലയുള്ള നൂഡിൽസ്. ഇതിനകത്തൊരു 2 പാക്കറ്റ് മസാല ഐറ്റംസ് ഉണ്ട്. അത് പിന്നെ ഇട്ടാൽ മതി, നല്ല ഫ്ലേവർ കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് അതിലുള്ള മസാല ഐറ്റംസ്. അത് ലാസ്റ്റ് ഇട്ടാൽ മതി, നമുക്ക് ഫ്ലേവർ കിട്ടത്തുള്ളൂ. അടുത്ത സ്റ്റവ് കത്തിച്ച് വെച്ച് ബാക്കിയുള്ള സാധനങ്ങൾ വേവിച്ചെടുക്കാം. അടുപ്പ് വെക്കുന്നു. അത് വെള്ളം പറ്റി വരുമ്പോൾ ശകലം വെള്ളം കിടക്കും. അത് പറ്റി കഴിയുമ്പോൾ നമ്മൾ ശകലം ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കും. ഈ ഒലിവ് ഓയിലാണ് ഇവിടെ കിട്ടുന്ന ഒലിവ് ഓയിലാണ്, യൂറോപ്പിൽ കിട്ടുന്നത്. ഇതാണ് ഒലിവ് ഓയിൽ. ഇവിടുത്തെ സ്റ്റൈൽ ഒലിവ് ഓയിലാണ്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഗൾഫിലൊക്കെ കിട്ടുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയാണ്. ഇവിടെ അത്ര വിലയില്ലെന്ന്. ഇത് സ്പെയിൻ്റെയാണ്. വെള്ളം പറ്റി. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത്ര മതിയാവും, ജസ്റ്റ് ഒരു ഇത് ഇട്ടാൽ മതി. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഓരോരോ സാധനങ്ങൾ. ആദ്യം കോളിഫ്ലവർ ഇടുക. കോളിഫ്ലവർ തിളച്ച് വരുന്നേ ഉള്ളൂ. കോളിഫ്ലവർ അത് കഴിഞ്ഞ് ക്യാരറ്റ്. ഇതിനകത്ത് ഇച്ചിരി വേഗം കൂടുതലുള്ളതാണ് ക്യാരറ്റ്. ബാക്കിയുള്ള സാധനങ്ങൾ ഇച്ചിരി കഴിഞ്ഞിട്ടാൽ മതി. നമുക്ക് ടൊമാറ്റോ സോസാണ് ഇത് ഒഴിക്കുകയാണ്. ശകലം ഒഴിക്കുള്ളൂ, ഇത്തിരി ഒഴിക്കില്ല. ഞാൻ കൂടുതൽ വരുന്നതുകൊണ്ട് ഞാൻ തുറന്നിട്ട് ചെറുതായി ശകലം ഒഴിക്കുന്നു. നല്ല ഒത്തിരി മധുരം വരും കൂടുതൽ വെച്ചാൽ. നമ്മൾ കുറച്ച് ഒഴിക്കുള്ളൂ. ഓക്കെ, എല്ലാം കൂടെ ഈ സ്റ്റൈലിൽ കളറായി. ഒരു പകുതി വെന്തെടുത്ത് ഇച്ചിരി കൂടെ വെന്ത് കഴിയുമ്പോൾ ഒരു 80% വെന്ത് കഴിയുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് തരും. മുട്ട പൊട്ടിച്ച്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് റോസ്മേരി എന്ന് പറഞ്ഞ സാധനമാണ്. ഇവിടെ കിട്ടുന്ന റോസ്മേരി. ഇത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു മണം കിട്ടും. ക്യാപ്സിക്കത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് റോസ്മേരി. ഇനി ഒറിഗാനോ സ്പെഷ്യൽ. ഇവിടെ ഒറിഗാനോ ഇടാൻ പോകണം. അതൊരു ശകലം ഇട്ടാൽ മതി. ഭയങ്കര സ്മെല്ലുള്ള സാധനമാണിത്. അടുത്ത് നമ്മളിത് കുരുമുളക് പൊടിയാണ്. ഇവിടെ കിട്ടുന്ന കുരുമുളക് പൊടി. അതൊരു ശകലം, ഒത്തിരി എരിവ് പാടില്ല. ശകലം മഞ്ഞൾപ്പൊടിയാണ്. നമ്മളൊരു ചെറിയൊരു നമ്മുടെ രീതിയിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി. യൂറോപ്യൻ സ്റ്റൈലിനതില്ല, നമ്മുടെ രീതിയിലാണ്. നൂഡിൽസ് സാധനം ഒത്തിരി വെന്ത് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കാറായി. മുട്ട പൊട്ടിച്ച് ഇങ്ങനെ ഒരു ശകലം കാത്തി വെച്ചിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോകണം. മുട്ട പൊട്ടിച്ച് 2 മുട്ട. ഇതിൻ്റെ കൂടെ ഇളകി കൊടുക്കുക. പെട്ടെന്ന് പോകും. ഈ രീതിയിലുണ്ടാക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും. വലിയ എരിവുമില്ല. നല്ല ഫ്ലേവറുമായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല സ്റ്റൈലും ഇതാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റൈലിൽ ഇട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം യൂറോപ്യൻ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വെള്ളം പറ്റിയാൽ മതി. വെള്ളം പറ്റണം. വെള്ളം പറ്റിയിട്ടില്ല. ഇച്ചിരി വെള്ളം പറ്റിയാൽ നമ്മൾ നേരെ ഇതിനകത്തോട്ട്
ഇനി ഒഴിക്കും. ഇനി ശകലം ബട്ടർ ഇടാനുണ്ട്. ഇവിടെ കിട്ടുന്ന ബട്ടറാണ്. ഇത് ശകലം ഇട്ടിട്ടുണ്ട്. കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവിടെ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലെ കണക്കുള്ള ബട്ടറൊന്നും ഇവിടെ കിട്ടുകയാണ്. ഇത് ഇവിടുത്തെ രീതിയിലുള്ളൊരു ബട്ടറാണ്. എന്നാലും എൻ്റെ നാട്ടിലെ സെയിം ഇത് തന്നെയാണ്. എണ്ണ പൊട്ടിച്ചിട്ടു ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് ഉണ്ടോ. വെള്ളം ഒരു ശകലം ബാക്കി ശേഷം നമ്മുടെ നൂഡിൽസ് വെന്തു. ഇനിയിപ്പോൾ എടുക്കാമെന്ന് വാങ്ങാമെന്നാണ്. വാങ്ങിയിട്ട് നേരെ നമ്മൾ നേരെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങോട്ട് വാർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അഡ്ജസ്റ്റ്. നിങ്ങൾക്ക് സോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോസ് ഒഴിക്കാൻ വേണമെങ്കിൽ ഇത് നമ്മളെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം സോസ് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് സോസ് ആക്കാം. ആവശ്യം സോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ശരിയായിരിക്കുകയാണ്. നമ്മുടെ സംഭവം ഓക്കെ ആയിരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണ്ടേ. അപ്പം ഞാൻ ഇനി കഴിച്ച് നോക്കട്ടെ. ടൊമാറ്റോ സോസിനകത്തും സോയാബീൻ സോസിനകത്ത് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഉപ്പ് കൂടാൻ സാധ്യത ഉണ്ടാവില്ല. ഓക്കെ. കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപയോഗിക്കുക. അതിനിച്ചിരി കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ എരിവ് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഇനി എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച് ടേസ്റ്റ് നോക്കും. കുഴപ്പമില്ല. അതിൽ ഉപ്പ് കുറവുണ്ട്. നല്ല കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്.